Hi everyone, welcome to Marine Flavours. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇന്നത്തെ വീഡിയോ. ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഫിഷിംഗ് ലൂർസ് ആണ്. നമ്മൾ മീൻ പിടിക്കാനായിട്ട് റോഡ് ആൻഡ് റീൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഷിംഗ് ലൂറുകളാണ് ഇതൊക്കെ. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് മോഡൽ, ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എന്തായാലും എനിക്ക് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഒരുപാട് അടിപൊളിയായിട്ട് ഒരുപാട് പേര് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ട്. അപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണിത്. ഇത് ട്രിപ്പിൾ ഹുക്ക് ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇവിടെ രണ്ട് ഹുക്കുണ്ട്. പിന്നെ ഇത് നമ്മുടെ സാധാ റബ്ബർ ബാൻഡാണ്. ഇവിടെ നമുക്ക് സ്നാപ്പേഴ്സ് വരെ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഞാൻ ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ഉറപ്പായിട്ടും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്ലിപ്പറാണ്. സ്ലിപ്പർ ചെറിയ സ്പോഞ്ച് കൺസിസ്റ്റൻസിയിലൊക്കെ വരുന്ന സ്ലിപ്പറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് ഒരുപാട് ടൈപ്പ് നല്ല നല്ല കളർ ടൈപ്പിലുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനത് ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പീസിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാക്കുവാണ്. കാരണം നമുക്ക് ട്രിപ്പിൾ ഹുക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഒരു കമ്പിയിലാണ്. ആ കമ്പി വെക്കാനായിട്ടുള്ള സ്പേസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഞാനിത് എടുത്തിട്ടുള്ളത് കമ്പിയാണ്. നമ്മുടെ ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന കമ്പിയാണ്. അത് ചെറിയൊരു ചവണ വെച്ചിട്ട് ഒരു ചെറിയൊരു ഹുക്ക് പോലെ ആക്കിയെടുക്കുക. അത് ഇച്ചിരി അത്യാവശ്യം പാടാണ്. ഇങ്ങനൊരു ചവണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഇച്ചിരി എളുപ്പമായിരിക്കും. ആ ഒരു രീതിയിൽ ഫസ്റ്റ് ആ ഒരു എൻഡ് അങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ ഈസി ആയിട്ട് വേറെ എന്തെങ്കിലും മെത്തേഡ് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കും അതൊരു ഉപകാരമാകും. എന്തായാലും ഞാൻ ആദ്യം തന്നെ പറയുവാണ്, കൊച്ചു കുട്ടികളും ഒന്നും ഇത് ജസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നിൽക്കരുത്. കാരണം ഓൾവേസ് ഹാൻഡിൽ വിത്ത് കെയർ ആണ്. കാരണം ചൂണ്ടയാണെങ്കിലും അതായത് കുളുത്താണെങ്കിലും നമ്മുടെ ഈ നൈഫ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൈയും കാലുമൊക്കെ മുറിയാനായിട്ട് സാധ്യതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. കുട്ടികൾ ഒരു കാരണവശാലും ഇതൊന്നും ഇപ്പോഴേ ചെയ്ത് നോക്കരുത്. അപ്പോൾ കണ്ടോ, ഞാൻ ആ ഒരു കമ്പി ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്തു. അതാണ് ഹെഡിൻ്റെ എൻഡ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നടുക്കും അതിൻ്റെ എൻഡിലായിട്ടുമാണ് നമുക്ക് ട്രിപ്പിൾ ഹുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ട്രിപ്പിൾ ഹുക്ക് ഞാൻ വാങ്ങിയത് ഇവിടെ നമുക്ക് 25 റുപ്പീസിനാണ് ട്രിപ്പിൾ ഹുക്ക് കിട്ടുന്നത്. ആദ്യം ഒരെണ്ണം ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഈ ഹുക്ക് ഇടാനും കൂടെ പറ്റിയ രീതിയിൽ വേണം കമ്പി തിരഞ്ഞെടുക്കാനായിട്ട്. ഇനി നമ്മുടെ ആ ഒരു സെൻറ്ററിൽ കറക്റ്റ് ഏത് സ്പോട്ടിലാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അവിടെ വെച്ചിട്ട് നമുക്ക് ഈ കമ്പി മടക്കി ഹുക്കിനെ അതിനുള്ളിലാക്കണം. അപ്പോൾ ഏകദേശം ആ ഒരു സ്പേസിലായിട്ട് വരും. ഇനി നമുക്ക് അവിടെ വെച്ചിട്ട് ഈ കമ്പി ഒന്ന് വളച്ചു കൊടുക്കണം. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരു ചെറിയൊരു റൗണ്ടിനകത്ത് നമ്മുടെ ആ ഹുക്ക് അതിൽ തന്നെ കിടക്കും. അങ്ങനെ ഫസ്റ്റ് ഹുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടെയിലിലും കൂടെ ഒരു ട്രിപ്പിൾ ഹുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഓൾവേസ് നല്ല കെയറോട് കൂടി തന്നെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. കാരണം ഹുക്ക് കൈമേ കയറിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ തന്നെ പോകണം. വേറെ ഒരുപാട് മെത്തേഡുകളുണ്ട്, പക്ഷേ അതൊന്നും പ്രിഫർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ടെയിലിലും കൂടെ ഒരു ഹുക്ക് ഇടണം. അപ്പോൾ സെക്കൻഡ് ഹുക്ക് നമുക്ക് അവിടെയാണ് ഇടേണ്ടത്. നമ്മൾ സെക്കൻഡ് ഹുക്ക് എടുത്തിട്ട് എൻഡിലൂടെ ഇടുക. ഇനി അവിടെ നമുക്ക് ചെറിയൊരു കമ്പി ഒന്ന് മടക്കിയിട്ട് അതും അവിടെ ഒന്ന് ലോക്കാക്കി ഇടണം. ഇനി നമുക്ക് ആ ഒരു ഹുക്ക് കൂടെ അവിടെ ഒന്ന് ലോക്കാക്കിയിട്ട് അതിനുള്ളിലൊന്ന് പിടിപ്പിക്കണം. അതിനെ കമ്പി ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഇത് ചവണ വെച്ച് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1-2 ചുറ്റുകൂടി നമ്മളൊന്ന് ചുറ്റുക. ചുറ്റി കഴിഞ്ഞിട്ട് കമ്പി കട്ട് ചെയ്ത് മാറ്റി നമുക്ക് അവിടെ അത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്.
ഇനി നമുക്കിത് നമ്മുടെ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസിലേക്ക് അതിനുള്ളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ ഹുക്കൊന്നും അതിനുള്ളിലേക്ക് കയറ്റി വിടേണ്ട കാര്യമില്ല. നമ്മുടെ ആ ഒരു കമ്പിക്ക് ഒരു ചെറിയൊരു സ്പേസ് വേണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇത് ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു പിടുത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ നൂല് വെച്ചൊന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഹുക്ക് കറക്റ്റ് നന്നായിട്ട് സാധാ ലൂറിലൊക്കെ കിടക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് തൂങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നൂല് വെച്ച് ഇതൊന്ന് കെട്ടി ഒന്ന് കൊടുക്കണം ചെറുതായിട്ട്. ഇത് വലിയ ഉറപ്പിനായിട്ടല്ല, ചെറിയൊരു ഉറപ്പിനായിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കുക. ഇനി അടുത്ത പരിപാടി നമ്മുടെ എംസിയിലാണ്. എംസിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിതിൽ വെള്ളം തൊട്ടിട്ട് വേണം. ഇതിൻ്റെ പുറത്ത് ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ഷേപ്പിൽ ഇത് ഒട്ടാനായിട്ട് നല്ല പാടാണ് കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കില്ല, പക്ഷേ കുറച്ച് നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇതെന്തായാലും അതിൽ സ്റ്റിക്ക് ചെയ്യും. അപ്പോൾ അത് നന്നായിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഷേപ്പ് വരാനായിട്ട്, ഫിഷിൻ്റെ ഒരു ചെറിയൊരു മീനിൻ്റെ ഷേപ്പ് വരാനായിട്ട് ആ ഒരു രീതിയിൽ നമ്മളൊന്ന് തേച്ച് ഒറ്റിച്ചെടുക്കുക. എക്സാക്റ്റ് ആയിട്ട് വരില്ല, അത്രയ്ക്ക് പ്രൊഫഷണലായിട്ടൊന്നും അല്ല ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു രീതിയിൽ മാത്രമേ വരുള്ളൂ. ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള രീതിയിൽ ഓരോ ലൂറിൻ്റെ കളറിലൊക്കെ നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ അക്രിലിക്കിൻ്റെ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് വൈറ്റും റെഡുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ആ ലൂറ് റെഡി ടു യൂസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ ആ ഫ്രോഗ് ലൂറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ലൂറ്, ഈ ഇതൊരു ഫ്രോഗ് ലൂറ് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഇത് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ റബ്ബർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഒരു കമ്പി തുളച്ച് ഇതുവഴി എടുത്ത് ഇവിടെ ഒരു ചെറിയ ഹുക്ക് ഇടാനായിട്ടുള്ളൊരു സംഭവമാക്കി. പിന്നെ അതിനുശേഷം അതിൻ്റെ ബാക്കിലത്തെ കമ്പിയിലാണ് ഞാൻ ഈ റബ്ബർ ബാൻഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനുള്ളിൽ വളച്ചത് ടൈറ്റാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ 2 ഹുക്ക് എടുത്തിട്ട് അത് ഞാൻ സാധാ നമ്മുടെ ബ്രെയ്ഡ് ലൈൻ ഉപയോഗിച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത്. കെട്ടിയിട്ട് ആ നൂല് അതിനുള്ളിലൂടെ എടുത്തിട്ട് ഇവിടെയാണ് ഞാൻ ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രോഗ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ എംസിയിൽ വെച്ചിട്ട് വെയിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ അതങ്ങനെയും ചെയ്യാം. എല്ലാം കൂടെ ചെയ്ത് കാണിച്ചാൽ ബോറാവില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇതും ഒത്തിരി ലെങ്തി ആയി കഴിഞ്ഞാലും കാണുന്നവർക്ക് അതൊരു സുഖം കാണില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഈ ഒരു ഫ്രോഗ് ലൂറ് ചെയ്തത്. എന്തായാലും ഇതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണം. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഇനി അടുത്തൊരു വീഡിയോയിലായിരിക്കും നമ്മളത് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഫിഷിംഗ് ഇഷ്ടപ്പെടുന്നവരും ഈ ഒരു ഫിഷിംഗ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം എളുപ്പമുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ചെയ്ത് നോക്കിയതാണ്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇതൊരെണ്ണം ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മളിത് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നുണ്ട്. പെയിൻറ്റ് ഉണങ്ങിയിട്ടില്ല കേട്ടോ നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും ഉറപ്പായിട്ടും ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഉറപ്പായിട്ടും ഞങ്ങളുടെ വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. ഇറ്റ്സ് മീ സുലൂജിത്ത്. താങ്ക് യു സോ മച്ച്.